So hi. The next question എന്ന് പറയുന്നത് subtree of another tree. So problem statement വായിക്കാം. Given the two roots of two binary trees, root and subroot, return true if there is a subtree of root with same structure and node values of subroot and false otherwise. A subtree of binary tree is a tree that consists of a node and all the node's descendants. The tree could also be considered as a subtree of itself. Okay. സോ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ റൂട്ട് എന്ന് പറയുന്ന ഒരു ട്രീ ഉണ്ട്, സബ് റൂട്ട് എന്ന് പറയുന്ന വേറൊരു ട്രീ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ സബ് റൂട്ട് ഈ റൂട്ടിന്റെ ഒരു ചൈൽഡ് ആണോ, വാലിഡ് ചൈൽഡ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ 3 4 1 2 5. ഓക്കെ. ഇങ്ങനെ ഒരു റൂട്ട് ഉണ്ട്. നമുക്ക് 4 1 2 എന്ന് പറഞ്ഞ് വേറൊരു സബ് റൂട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ 4 1 2 എന്ന് പറയുന്നത് ഈ റൂട്ടിന്റെ ഒരു വാലിഡ് സബ് റൂട്ടാണ്. നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോഴും ഇവിടെ 4 1 2 ഉണ്ടെങ്കിലും ഈ റൂട്ടിൽ 2ന് ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് 0 എന്ന് പറഞ്ഞു, പക്ഷെ സബ് റൂട്ടിൽ ഇല്ല. അതുകൊണ്ട് ഇത് വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. 4 1 2 ഉണ്ടെങ്കിലും ഈ ലെഫ്റ്റ് ചൈൽഡ് കൂടെ വരുന്നത് കൊണ്ട് ഇതൊരു വാലിഡ് സബ് ട്രീ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഏറ്റവും ബ്രൂട്ട് ഫോഴ്സ് ആയിട്ടുള്ള മെത്തേഡ് എന്തായിരിക്കും? നമ്മൾ റൂട്ടിന്റെ ഒരു നോഡ്, ഫസ്റ്റ് നോഡ് എടുക്കുന്നു, എന്നിട്ട് സബ് റൂട്ടിന്റെ ഫസ്റ്റ് നോഡും എടുത്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. സെയിം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ DFS വെച്ചിട്ട് നമ്മൾ DFS അല്ലെങ്കിൽ BFS, നമ്മളിപ്പോൾ DFS മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. റൂട്ടിന്റെ ലെഫ്റ്റ് ചൈൽഡിലോട്ട് പോകുന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്നു ചൈൽഡ് ഉണ്ടോ, ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ റൈറ്റിൽ പോയിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് നൾ നോഡ് വരുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. സോ അതാണ് ഐഡിയ. അപ്പൊ നമുക്ക് ഇതൊന്ന് കോഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. സോ ഇതിന് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, കമ്പയർ ടു ട്രീസ് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ അതേ ലോജിക്ക് വെച്ചായിരിക്കും നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം ആദ്യം. അപ്പൊ ഇസ് സെയിം ട്രീ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ. അതിൻ്റെ അത് നമ്മൾ എന്തായിരിക്കും ഇനിഷ്യലി പാസ് ചെയ്യുന്നത്? റൂട്ട് പാസ് ചെയ്യും, അതേപോലെ സബ് റൂട്ടും പാസ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഇസ് സെയിം ട്രീ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പോലെ നമുക്ക് പിയും ക്യൂവും തന്നെ വെക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ട് ട്രീനെ കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് ചെക്ക് ചെയ്യാം ഇഫ് പി ആൻഡ് ക്യൂ രണ്ടിനും ട്രൂ ആണ്, രണ്ടിലും വാല്യൂസ് ഉണ്ട്, ആൻഡ് പി ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് വാല്യൂ ആണെങ്കിൽ, ഓക്കെ, രണ്ടിനും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രൂ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ചൈൽഡിലോട്ട് പോകണം. ഓക്കെ. അല്ലാത്ത കേസിലാണ് വാല്യൂ ഇല്ലെങ്കിൽ നമുക്കിവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ചൈൽഡിലോട്ട് വിളിക്കണം അല്ലെ. അപ്പൊ വീണ്ടും റിക്കേഴ്സീവ്ലി നമുക്ക് ഈ സെയിം ട്രീ, നമുക്ക് പിയും ക്യൂവും ഈക്വൽ ആണെങ്കിൽ, അതിന്റെ റൂട്ട് വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റും ക്യൂവിന്റെ ലെഫ്റ്റും ഈക്വൽ ആണോ നോക്കണം. അതേപോലെ തന്നെ റൈറ്റും സെയിം രീതിയിൽ ഈക്വൽ ആണോ നോക്കണം. ഓക്കെ. പി ഡോട്ട് റൈറ്റ് ആൻഡ് ക്യൂ ഡോട്ട് റൈറ്റ് ഈക്വൽ ആണോ നോക്കണം. എന്നിട്ട് നമ്മളത് രണ്ടിന്റെയും വാല്യൂസ് നമുക്ക് കിട്ടുന്നു, അത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഈക്വൽ ആണെങ്കിൽ അത് റിക്കേഴ്സീവ്ലി വിളിച്ച് ഫൈനലി ട്രൂ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇത് ലാസ്റ്റ് വരെ എത്താനും വേണ്ടി ഇതിന്റെ നൾ നോഡ് വരെ നമുക്ക് പോകുമ്പോൾ ഉള്ള കണ്ടീഷനും കൂടെ എഴുതണം. അതായത് ബേസ് കേസും കൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം റിക്കേഷന്റെ. ഓക്കെ. അതെന്തായിരിക്കും? പി നള്ളാണെങ്കിൽ അപ്പൊ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ രണ്ടും നള്ളാവുമ്പോഴത്തേക്ക് നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം അല്ലെ. രണ്ടും ഈക്വൽ വാല്യൂസ് ആയി കമ്പയർ ചെയ്ത് രണ്ട് നോഡും നള്ളായിട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം. അപ്പൊ ഇതാണ് ഈ സെയിം ട്രീ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ട്രീ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ. ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കാരണം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, അതായത് കമ്പയർ ടു ട്രീസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇത് ഇനിഷ്യലി റൂട്ടും സബ് റൂട്ടും തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഇനിഷ്യലി ഇഫ് സെയിം ട്രീ ട്രൂ ആണെങ്കിൽ നമുക്ക് ആദ്യമേ അങ്ങ് ട്രൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ. റിട്ടേൺ ട്രൂ എടുക്കാം. പക്ഷെ ഇത് അല്ല, ഇത് സെയിം അല്ലെങ്കിൽ നമ്മൾ ഇനി ഈ സെയിം ട്രീയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഈ സബ് ട്രീ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിക്കേഴ്സീവ്ലി ഇതിന്റെ ചൈൽഡിനെ വിളിക്കണം. ഓക്കെ. അപ്പൊ ഈ സബ് ട്രീ ഏതൊക്കെ വിളിക്കണം? ഇവിടെ സബ് റൂട്ട് സ്പെല്ലിംഗ്. ഓക്കെ. ആൻഡ് ഈ സബ് ട്രീ നമുക്ക് റൂട്ടിന്റെ
ലെഫ്റ്റിനെയും സബ് റൂട്ടിനെയും വിളിക്കണം. ഓക്കെ, സബ് റൂട്ടിനെയും വിളിക്കണം. അതേപോലെ ഓർ ഏതെങ്കിലും ഒരു സബ് റൂട്ട് റൈറ്റിൽ നോക്കുമ്പോഴാണ് സബ് റൂട്ട് കിട്ടുന്നതെങ്കിൽ അതായത് നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. സബ് ട്രീ root dot right, okay, root dot right and subroot. Okay, സോ നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. സബ് ട്രീ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് നോക്കുന്നുണ്ട്, അതേപോലെ സബ് റൂട്ട് വെച്ച് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ റൈറ്റ് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വാല്യൂ കിട്ടുന്നവരെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഫംഗ്ഷൻ റിക്കേഴ്സീവ്ലി വിളിച്ചുകൊണ്ടിരിക്കും. ഇനി ഇത് ഇവിടെയും ഈ റൂട്ടും സബ് റൂട്ടും നള്ളാകുമ്പോൾ ഉള്ള ബേസ് കേസും കൂടെ നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ അതെന്തായിരിക്കും നമുക്ക് ഇനിഷ്യലി നോക്കാം. സബ് റൂട്ട് നള്ളാണെങ്കിൽ, ഇഫ് സബ് റൂട്ട് ഇസ് നൾ, സബ് റൂട്ട് നള്ളാണെങ്കിൽ എന്താണ്, നമുക്ക് റൂട്ട് മാത്രമുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം. കാരണം സബ് റൂട്ട് നള്ളാണെങ്കിൽ റൂട്ട് തന്നെയാണ്, സബ് ട്രീ ആണെന്ന് പറയാം. അതേപോലെ തന്നെ റൂട്ട് നള്ളാണെങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യാം. കാരണം നമുക്ക് സബ് ട്രീ നോക്കാനുള്ള ഇത് തന്നെ ഫോൾസ് ആയിപ്പോയി. അപ്പൊ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇനിഷ്യലി തന്നെ ഫോൾസ് റിട്ടേൺ ചെയ്യാം, റൂട്ട് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ഡ്രൈ റൺ ചെയ്ത് നോക്കാം എന്താണ് ഇത് പറയുന്നത് എന്നുള്ളത്. സോ നമുക്കിവിടെ ഇതുപോലെ രണ്ട് നോട്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് രണ്ട് നോട്ട്സ് തന്നിട്ടുണ്ട്, റൂട്ടും പിന്നെ റൂട്ട് എന്ന് പറഞ്ഞൊരു നോഡും തന്നിട്ടുണ്ട്, സബ് റൂട്ട് എന്ന് പറഞ്ഞൊരു നോഡും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ഇനിഷ്യലി ഈ സബ് ട്രീ ചെക്ക് ചെയ്യുന്നുണ്ട്, ഈ സെയിം ട്രീ വിളിക്കും, വിത്ത് റൂട്ട് ആൻഡ് സബ് റൂട്ടും വിളിക്കുന്നുണ്ട്. ഇനിഷ്യലി 3ഉം 4ഉം വെച്ച് കോള് പോകുന്നുണ്ട്, റൂട്ടും സബ് റൂട്ടിന്റെയും കോള് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ 3 വരും, എന്നിട്ട് ഇവിടെ 4 വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നോക്കുന്നു, ഇത് രണ്ടും നള്ളായിട്ടില്ല. പി ആൻഡ് ക്യൂ ആണ്, പിയും ക്യൂവിന് വാല്യൂ ഉണ്ട്. പക്ഷെ പി ഡോട്ട് വാല്യൂ ഈക്വൽ ടു ക്യൂ ഡോട്ട് വാല്യൂ അല്ലാത്തത് കൊണ്ട് ഇവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇത് ഫോൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കയറൂല, നമ്മൾ ഇവിടെ പോകും. ഈ സബ് ട്രീ ഇതിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പൊ ഇനിഷ്യലി ഈ സബ് ട്രീ വീണ്ടും റൂട്ടിന്റെ ലെഫ്റ്റും സബ് റൂട്ടും വെച്ച് കൊടുക്കും. റൂട്ടിന്റെ ലെഫ്റ്റ് എന്താണ്, ഈ 4 ആണ്, ആൻഡ് സബ് റൂട്ട് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് പറ്റി, ഇവിടെ ഇതിന് പകരം ഇപ്രാവശ്യം 4ഉം 4ഉം വരും അല്ലെ. 4ഉം 4ഉം വരുമ്പോ ഇത് രണ്ടും നള്ളല്ല. ഇവിടെ നോക്കുമ്പോൾ ഇത് ട്രൂ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് കയറിയിട്ട് വീണ്ടും ഈ സെയിം ട്രീ പി ഡോട്ട് ലെഫ്റ്റും ക്യൂ ഡോട്ട് ലെഫ്റ്റും കൊടുക്കും. അപ്പൊ വീണ്ടും എന്ത് പറ്റും, ഇപ്പോൾ ഉള്ള പി എന്ന് പറയുന്നത് ഇതാണ്, ക്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ പി ഡോട്ട് ലെഫ്റ്റ് 1 പോവും, ക്യൂ ഡോട്ട് ഇതും 1 പോവും. അപ്പൊ വീണ്ടും ഇത് റിക്കേഴ്സീവ്ലി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഇവിടെ 1 ആയിട്ടും വരും, ഇതിന്റെ അത് കയറി ഈക്വൽ ആവും. അപ്പൊ ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ റൈറ്റ് നോക്കുമ്പോൾ റൈറ്റും ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇത് ട്രൂ റിട്ടേൺ ചെയ്ത് ഫൈനലി ഇങ്ങോട്ട് വരും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഇത് ട്രൂ ആയി, ഇത് ട്രൂ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സബ് ട്രീയും കൂടെ ചെക്ക് ചെയ്ത് ഫോൾസ് ആവും. ഓക്കെ, അപ്പൊ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് നമുക്ക് ട്രൂ എന്ന് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇത് സൊല്യൂഷന്റെ ഒരു ഡ്രൈ റൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി അല്ലെ. നമുക്ക് ഇവിടെ ട്രൂ എന്ന് ആദ്യമേ കിട്ടി ലെഫ്റ്റ് സബ് ട്രീന്ന് തന്നെ. പക്ഷെ എന്നാലും നമ്മൾ റൈറ്റ് സബ് ട്രീയും കൂടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ടൈം കോംപ്ലക്സിറ്റി വരുമ്പോഴത്തേക്ക് റൂട്ടിന്റെ ലെങ്ത്, ഇപ്പൊ റൂട്ട് നോഡിന്റെ ലെങ്ത് m ആണെങ്കിൽ ആൻഡ് സബ് റൂട്ടിൻ്റെത് n ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് m ഇൻറ്റു n ആണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു അത്രയും വലിയൊരു ടൈം കോംപ്ലക്സിറ്റി വരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ഇതിനെ ഇൻറ്റു എന്നിന് പകരം രണ്ടിനെ ഒരൊറ്റ പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ m+n എന്ന് പറയുന്ന ടൈം കോംപ്ലക്സിറ്റിയിലോട്ട് നമുക്കിതിനെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ അതിലോട്ട് ഇനി ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ ഓക്കെ, സോ ഇതിനെ ഇനി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിനെയും സബ് റൂട്ടിനെയും നമുക്ക് സീരിയലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ട്രീനെ നമുക്ക് സീരിയലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ട്രീനെ സീരിയലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രീനെ ഒരു സ്ട്രിങ് ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ സ്ട്രിങ്ങിലോട്ട് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആ സ്ട്രിങ് ഫോമിലോട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ സബ് റൂട്ടിന്റെ സ്ട്രിങ് ഈ റൂട്ടിന്റെ അകത്തുണ്ടോ, ഡോട്ട് ഇൻക്ലൂഡ്സ് വെച്ചിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ
മെത്തേഡിന് നമുക്കൊരു സീരിയലൈസ് എന്നൊരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സീരിയലൈസ് എന്നുള്ളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു നോഡ് പാസ് ചെയ്യാം. ഓക്കെ, നോഡ് പാസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ DFS വഴി ഒരു ട്രീനെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഈ 3 ആണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ DFS എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് DFS വിളിക്കാം, നോഡ് വെച്ച് DFS വിളിക്കാം. DFSന്റെ അകത്തുള്ള നോഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കറണ്ട് എന്ന് നെയിം ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹാഷ് സ്ട്രിങ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഹാഷ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്ട്രിങ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, റിട്ടേൺ ഹാഷ്. ഇത്രയാണ് നമുക്ക് ഇനിഷ്യൽ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ DFS വഴി നമ്മൾ ഇതിനെ ഐട്രേറ്റ് ചെയ്യുന്നതോറും നമ്മൾ ഇതിന്റെ സ്ട്രിങ്ങിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ആ ഹാഷ് സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ DFSന് വേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ DFS വിളിക്കും അല്ലേ, DFS ഓഫ് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് വിളിക്കും. അതേപോലെ തന്നെ കറണ്ട് ഡോട്ട് റൈറ്റ് ഉണ്ടെങ്കിൽ DFS ഓഫ് കറണ്ട് ഡോട്ട് റൈറ്റ് വിളിക്കും, ലെഫ്റ്റ് റൈറ്റും വിളിക്കും. എന്നിട്ട് നമുക്ക് ഹാഷ് സ്ട്രിങ് നമുക്ക് കറണ്ട് റൂട്ടിന്റെ വാല്യൂ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഹാഷ് സ്ട്രിങ്ങിന്റെ അകത്തോട്ട് ആ റൂട്ടിന്റെ വാല്യൂ നമുക്ക് ആഡ് ചെയ്യണം. ഹാഷ് പ്ലസ് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് കൺസോൾ ലോഗ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഓരോ വാല്യൂവിന് മുന്നേ ഒരു ഹൈഫണും കൂടെ ഇട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് നമുക്ക് ബേസ് കണ്ടീഷൻ ആയിട്ട് കറണ്ട് നള്ളാവുമ്പോൾ, ഓക്കെ, നോട്ട് കറണ്ട് ആവുമ്പോൾ നമുക്ക് ഹാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഷ് പ്ലസ് നമുക്ക് ഈ ഒരു കറണ്ട് ഡോട്ട് വാല്യൂ ഇല്ല, അപ്പൊ എന്ത് ചെയ്യും, ഹാഷ് പ്ലസ് ഒരു എക്സ് നമ്മൾ കൊടുക്കും. ഓക്കെ, അത് നള്ളാവുന്ന ലൈക്ക് എൻഡ് ഓഫ് ദ ഇതാണെന്ന് കാണിക്കാൻ ആൻഡ് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇനി ഇത് നമ്മുടെ DFS മെത്തേഡാണ്. പക്ഷെ ഈ ഹാഷിങ് വരുമ്പോഴത്തേക്ക് DFSന് സാധാരണ നമ്മൾ ലെഫ്റ്റ് ഉണ്ടെങ്കിലാണ് DFS ലെഫ്റ്റിലോട്ട് വിളിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ പോരാ, നല്ലാണെങ്കിലും കറണ്ട് ഡോട്ട് ലെഫ്റ്റ് വിളിച്ചാലേ നമുക്ക് ഈ ഹാഷ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു സീരിയലൈസ് മെത്തേഡിന് നമുക്ക് കറണ്ട് ഡോട്ട് ലെഫ്റ്റും കറണ്ട് ഡോട്ട് റൈറ്റും വെക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് വെച്ചിട്ടുള്ള ഇത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ നമുക്ക് ഹാഷ് സ്ട്രിങ് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റൂട്ടിന്റെ ഹാഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോൺസ്റ്റ് റൂട്ട് ഹാഷ് എന്ന് പറഞ്ഞിട്ട് ഈ സീരിയലൈസ് ഫംഗ്ഷൻ റൂട്ടിൽ വിളിക്കാം. ഓക്കെ, സീരിയലൈസ് ഓഫ് റൂട്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് റൂട്ട് ഹാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ടിന് ഹാഷ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം. റൂട്ട് നോഡ് 34512 ആണ്. നമുക്ക് ഇവിടെ കിട്ടിയ എന്താ, 34125 കിട്ടി. പക്ഷെ നമുക്ക് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു എക്സും കൂടെ വരണം. പക്ഷെ നമ്മളിവിടെ കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ എക്സ് വരത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ സീരിയലൈസിന് നമുക്ക് കറണ്ട് ഡോട്ട് റൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും ഇത് വിളിച്ചാലേ പറ്റുള്ളൂ. കാരണം നമുക്ക് ആ ഒരു എൻഡ് ഓഫ് ദ നോഡ് ഓരോ നൾ വാല്യൂസും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ കാണിക്കണം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു എക്സ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഒരു ഹൈഫണും കൂടെ ഇടാം. ഓക്കെ, സോറി, എക്സ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ എക്സ് ഇടാം. ഓക്കെ, ഹൈഫൺ കറണ്ട് വാല്യൂ ഇട്ടതുപോലെ ഹൈഫൺ എക്സ് എന്ന് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂട്ട്. ഇതിനെ സീരിയലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതായത് ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഇത് നോക്കുമ്പോൾ ഇത് കണ്ടോ, 3 ഒരു നോഡാണ്, പിന്നെ 4 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1ന്റെ ലെഫ്റ്റും റൈറ്റും നള്ളാണ്. അതുകൊണ്ടാണ് 1 കഴിഞ്ഞിട്ട് 2 എക്സ് വരുന്നത്. എന്നിട്ട് 2 ഉണ്ട്, 2 വന്നിട്ട് 2ന്റെ ലെഫ്റ്റും റൈറ്റും നള്ളാണ്, അപ്പൊ 2 എക്സ് വന്നു. അത് കഴിഞ്ഞിട്ട് 5 വന്നു, 5ന്റെ 2 ലെഫ്റ്റ് റൈറ്റ് നള്ളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് ഡോട്ട് ലെഫ്റ്റിന്റെ കണ്ടീഷൻ വെക്കാത്തത്. അത് വെക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഓരോ നോഡിന്റെ നൾ നോഡും കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഇങ്ങനെയാണ് നമ്മൾ സീരിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് റൂട്ടിന്റെ സീരിയലൈസ്ഡ് ഫോം കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് സബ് റൂട്ടിന്റെ സീരിയലൈസ് ഹാഷ് കിട്ടും. ഈ ഫംഗ്ഷൻ തന്നെ വിളിക്കുക, സബ് റൂട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്കപ്പോ 2 ഹാഷും കിട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പോ നമുക്ക് ഈ 412 ഇവിടെ ഉള്ളത് പോലെ തന്നെ സബ് റൂട്ടിന്റെ ഹാഷ് എടുക്കുമ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ 412 വരും.
നമുക്കിനി നേരെ റിട്ടേൺ ചെയ്താൽ മതി. ഇത് സബ് റൂട്ട് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? റൂട്ട് ഹാഷിന്റെ അകത്ത് ഈ സബ് റൂട്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിന് റൂട്ട് ഹാഷ് ഡോട്ട് ഇൻക്ലൂഡ്സ് സബ് റൂട്ട് ഹാഷ്. ഓക്കെ, റൂട്ട് ഹാഷിന്റെ അകത്ത് ഇത് ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കുക. അത് ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോ അതാണ് നമ്മുടെ സൊല്യൂഷൻ. സോറി. ഓക്കെ, സബ്മിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് സബ്മിറ്റ്. യെസ്, സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമുക്ക് ഇതിനൊന്ന് കൺസോൾ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടെ ജസ്റ്റ് രണ്ടും ഒന്ന് കൺസോൾ ചെയ്യാം. console.log റൂട്ട് ഹാഷ്, അതേപോലെ തന്നെ നമുക്ക് സബ് റൂട്ട് ഹാഷും കൺസോൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, സ്പെല്ലിംഗ് console logന്റെ സ്പെല്ലിംഗ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് രണ്ടും ട്രൂ ആയത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ 412 ആണെങ്കിലും ഇങ്ങനെ 41xx2xx എന്നാണ് വന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സബ് റൂട്ടിന്റെ ഹാഷ് ഉള്ളത്. അപ്പൊ ഇത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് സെക്കൻഡ് കേസിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ ട്രീ ഇരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. 345 ഇങ്ങനെ നള്ളുണ്ട്, 412 ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ 412 ഉണ്ടെങ്കിലും നമ്മൾ ഇതിനെ ഹാഷ് ചെയ്യുമ്പോഴത്തേക്ക് 412 അത് കഴിഞ്ഞിട്ട് 2-നൊരു 0 ഇതൊന്നും ഉണ്ട് അല്ലെ. 412 41xx2 0xx എന്നാണ് വന്നത് ഇവിടെ. പക്ഷെ ഇവിടെ 2xx എന്ന് വന്നു. അതുകൊണ്ട് ഈ ഒരു ഡിസ്പാരിറ്റി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി, നൾ വാല്യൂസ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് ഫോൾസ് റിട്ടേൺ ചെയ്യാൻ പറ്റി. അപ്പൊ ഇങ്ങനെ സീരിയലൈസ് ചെയ്ത് നമുക്ക് ഇതിന്റെ സബ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടിനെയും ഓരോ തവണ ഐറ്ററേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ എം ആണ് സൈസ് എങ്കിൽ ബിഗ് ഓഫ് എമ്മും ഇതിന് ബിഗ് ഓഫ് എന്നും ആണ് സൈസ്. ബിഗ് ഓഫ് എം പ്ലസ് എന്നിലെ ടൈം കോംപ്ലക്സിറ്റിയിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യാ, താങ്ക് യു.